ഹലോ ഓൾ K2 ന്റെ CS303 എന്ന് പറയുന്ന സബ്ജക്റ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ അതിലെ മൊഡ്യൂൾ 5 ആണ് മാക്രോ പ്രോസസർ. ആ ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. മാക്രോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ സോഴ്സ് ലാംഗ്വേജ്, സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ മാക്രോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണയുള്ള പ്രോഗ്രാം എല്ലാം എന്ത് തന്നെയാണ്? ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ മാക്രോയും ഈ സാധാരണ പറഞ്ഞ പ്രോഗ്രാംസും തമ്മിൽ എന്താ ഡിഫറൻസ്? എന്തിനാണ് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ മാക്രോ എന്ന് പറയുന്നത്? സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ തോന്നുന്നൊരു ഡൗട്ടാണ്. ഈ മാക്രോ എന്ന് പറയുന്നത് ഇതൊരു എന്താണ്, നമ്മൾ പ്രോഗ്രാമർക്ക് ഒരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യാണ്. ഒരു ഷോർട്ട് ഹാൻഡ് വേർഷൻ ഓഫ് ദ പ്രോഗ്രാം എഴുതാൻ ഒക്കുന്ന ഒരു ഫീച്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ ഫംഗ്ഷൻസ് ഒക്കെ എഴുതാറില്ലേ, അതുപോലെ തന്നെ ഫംഗ്ഷനും എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ചുള്ള പർട്ടിക്കുലർ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് എഴുതാറുള്ളത്, അല്ലേ? അതുപോലെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ആണെങ്കിൽ അതിനുള്ള ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ളതാണെങ്കിൽ അതിനുള്ള ഒരു ഫംഗ്ഷൻ, അങ്ങനെ എഴുതാറില്ലേ? അതുപോലെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാനുള്ള എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ മാക്രോ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു? എന്തിനാണ് ഇതിന് പ്രത്യേകിച്ച് മാക്രോ എന്ന് പറയുന്നത്? എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഫംഗ്ഷൻ ഒക്കെ എങ്ങനെയാണ് സാധാരണ നമ്മൾ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാറില്ലേ? ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു, എന്തിനു വേണ്ടിയുള്ള ഫംഗ്ഷൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കാറുള്ളത്? ഇവിടെ നിന്നും കൺട്രോൾ ആ ഫംഗ്ഷനിലേക്ക് പോയി അവിടെ പോയി അതിനെ എക്സിക്യൂട്ട് ചെയ്ത് എന്തെങ്കിലും റിസൾട്ട് നമുക്ക് തിരിച്ചു തരാനുണ്ടെങ്കിൽ ആ റിസൾട്ടുമായിട്ട് കൺട്രോൾ തിരിച്ചിവിടെ വരും. തിരിച്ച് ആ മെയിൻ പ്രോഗ്രാമിൽ നിന്നാണ് പോയതെങ്കിൽ ആ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരും, അല്ലേ? സാധാരണ അങ്ങനെയാണ്. എന്നാൽ മാക്രോ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു പോയിന്റിൽ, മെയിൻ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ഒരു മാക്രോയെ കോൾ ചെയ്തു. മാക്രോയെ കോൾ ചെയ്യുന്നതിന് കോളിംഗ് എന്നല്ല പറയുക, ഇൻവൊക്കേഷൻ ഓഫ് മാക്രോ എന്നാണ് പറയുന്നത്. മാക്രോ ഇൻവൊക്കേഷൻ എന്നുള്ള ടേം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. മാക്രോ ഇൻവൊക്കേഷൻ എന്ന് പറയും. മാക്രോയെ ഞാൻ ഇൻവോക്ക് ചെയ്തു. ഇൻവോക്ക് ചെയ്താൽ ഫംഗ്ഷനിലേതുപോലെ അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ടുമായിട്ട് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. മാക്രോയ്ക്കും എന്താണ്? ഒരു ഫംഗ്ഷന് ഒരു ബോഡി കാണുമല്ലോ, മാക്രോയ്ക്കും ഒരു ബോഡി പാർട്ട് ഉണ്ടല്ലോ. ആ മാക്രോയുടെ ബോഡി പാർട്ട് എല്ലാം എന്ത് ചെയ്യും? ഞാൻ ആ കോൾ ചെയ്തതിന് തൊട്ട് താഴെയായിട്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഇൻവോക്ക് ചെയ്ത ലൈനിന് തൊട്ട് താഴെയായിട്ട് എന്താകും? അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് വരും. അല്ലെങ്കിൽ ആ ലൈൻസ് എല്ലാം എന്താകും? ഈ ഇൻസ്ട്രക്ഷന് തൊട്ട് താഴെയായിട്ട് അങ്ങോട്ട് എഴുതി കാണിക്കും, റീപ്ലേസ് ചെയ്യും. താഴേക്ക് അത്രയും സ്ഥലത്തേക്ക് എന്ത് വരും? ഞാൻ ആ മാക്രോയുടെ ഡെഫിനിഷനൂടെ വരും. ഇതിനെയാണ് മാക്രോ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, എക്സ്പാൻഡിങ് മാക്രോ. അപ്പൊ രണ്ട് ടൈം നമ്മൾ പുതിയതായിട്ട് പഠിച്ചു. മാക്രോ ഇൻവൊക്കേഷൻ, മാക്രോയെ കോൾ ചെയ്യുന്നതിനെ. മാക്രോ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മാക്രോയെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വരികയല്ല ചെയ്യുന്നത്. ആ മാക്രോയുടെ ആ ബോഡി പാർട്ടിനെ ഞാൻ ആ കോൾ ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ട് എഴുതുവാണ് ചെയ്യാറുള്ളത്. ഇതാണ് മാക്രോ പ്രോസസ്സറിന്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് മാക്രോ പ്രോസസ്സർ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എക്സ്പാൻഡ് ചെയ്ത് അങ്ങോട്ട് വെക്കുന്നത് ആരാണ്? മാക്രോ പ്രോസസ്സർ ആണ്. മാക്രോ പ്രോസസ്സർ റീപ്ലേസസ് ഈച്ച് മാക്രോ ഇൻസ്ട്രക്ഷൻ വിത്ത് ദ കറസ്പോണ്ടിങ് ഗ്രൂപ്പ് ഓഫ് സോഴ്സ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെന്റ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്പാൻഡിങ് മാക്രോ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാമിൽ, അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ എങ്ങനെയാണ് മാക്രോ എഴുതുന്നത്? അതിനായിട്ട് നമുക്ക് പുതിയതായിട്ട് 2 അസംബ്ലർ ഡയറക്റ്റീവ്സ് ഉണ്ട്, മാക്രോ ആൻഡ് എംഎൻഡ്. മനസ്സിലായി? മാക്രോ, എംഎൻഡ്. എന്താണ് മാക്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബിഗിനിങ് ഓഫ് എ മാക്രോ ഡെഫിനിഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മാക്രോ എന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് മാക്രോ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ്സ്? ബിഗിനിങ് ഓഫ് എ മാക്രോ ഡെഫിനിഷൻ ആണിത് എന്ന് പറയാനായിട്ട് മാക്രോ എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവും എംഎൻഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് എന്താണ്? ദിസ് ഈസ് ദ എൻഡ് ഓഫ് മാക്രോ ഡെഫിനിഷൻ. ആ മാക്രോ ഡെഫിനിഷന്റെ അവസാന പാർട്ടാണിത് എന്ന്, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആണിത് എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എംഎൻഡ് എന്ന് പറയുന്ന ടേമും അല്ല അസംബ്ലർ ഡയറക്റ്റീവും ഉപയോഗിക്കും. ഇനി എങ്ങനെയാണ് സാധാരണ രീതി മാക്രോ എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം മാക്രോയ്ക്ക് ഒരു പേര് എഴുതണം. മാക്രോയ്ക്ക് ഒരു പേര് എഴുതി കഴിഞ്ഞാൽ പിന്നെ എന്തോ വേണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാക്രോ എന്ന അസംബ്ലർ ഡയറക്റ്റീവ് എഴുതണം. പിന്നെ എന്ത് വേണം? ഇതിലേക്ക് വരേണ്ട പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് വേണം. ഈ പാരാമീറ്റേഴ്സിനെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ ആൻഡ് കൊടുത്തിട്ടാണ്. ആൻഡ് ഇപ്പോൾ 2 പാരാമീറ്റർ ഉണ്ടെങ്കിൽ A1 എന്നാണെങ്കിൽ A1, and
A2 ഇങ്ങനെയായിരിക്കും അവിടെ എഴുതുന്നത് കേട്ടോ. ഈ ബ്രാക്കറ്റ് ഞാൻ ഇവിടത്തേക്ക് എഴുതിയതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ്? നെയിം ഓഫ് ദ മാക്രോ വേണം, ദെൻ മാക്രോ എന്നുള്ള അസംബ്ലർ ഡയറക്റ്റീവ്സ്, പിന്നെ അതിലേക്ക് വരുന്ന പാരാമീറ്റേഴ്സ്, അതിനുശേഷം ബോഡി പാർട്ട്. ഇതിനകത്തിൽ എന്താണോ ചെയ്യേണ്ടത് ആ ബോഡി പാർട്ട് എഴുതുക. ഏറ്റവും ലാസ്റ്റ് എംഎൻഡ് എന്ന് പറയുന്ന അസംബ്ലർ ഡയറക്റ്റീവ് എഴുതുക. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്ക്, ഞാൻ പറഞ്ഞ x1 ex1 എന്നുള്ളതാണ് എൻ്റെ മാക്രോയുടെ നെയിം. മാക്രോ നെയിം എന്താണ്? ex1 മാക്രോ ആൻഡ് എ ആൻഡ് ബി. എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? 2 പാരാമീറ്റേഴ്സ്. ഏതൊക്കെയാണ്? എയും ബിയും. മനസ്സിലായോ? ആദ്യം എന്ത് ചെയ്യുക? LDA ആൻഡ് എ. LDA ആൻഡ് എ. ആൻഡ് എയിലുള്ള ആദ്യം ഈ പാരാമീറ്ററിലുള്ളത് എന്താണോ അതിനെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യുക. അക്യുമുലേറ്ററിൽ ഇപ്പോൾ ഇരിക്കുന്ന സാധനത്തിനെ എടുത്ത് ബിയിലേക്ക് സ്റ്റോർ ചെയ്യുക. ഇതാണ് എൻ്റെ ഈ മാക്രോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ എഴുതുമ്പോൾ എല്ലാം എന്ത് ചേർത്ത് എഴുതണം? ആൻഡ് ചേർത്ത് എഴുതണം. ഇനി നമുക്ക് എഴുതാം. എൻ്റെ മെയിൻ പ്രോഗ്രാമിലേക്ക് പോകാം. ഇതെൻ്റെ മാക്രോ ആയിരുന്നു. ഇനി എൻ്റെ മെയിൻ പ്രോഗ്രാമാണ് സാമ്പിൾ. മെയിൻ പ്രോഗ്രാം ആണെന്ന് ഇങ്ങനെ മനസ്സിലായി. മെയിൻ പ്രോഗ്രാം തുടങ്ങുന്ന സ്റ്റാർട്ടിനും എൻഡിനും ഇടയ്ക്കാണെന്ന് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അസംബ്ലേഴ്സ് തുടങ്ങിയ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സാമ്പിൾ എന്നാണ് എൻ്റെ മെയിൻ പ്രോഗ്രാമിൻ്റെ പേര്. സ്റ്റാർട്ടാണ് 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ex1 എങ്ങനെയാണ് മാക്രോയെ ഇൻവോക്ക് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ മാക്രോയുടെ ഒരു ഡെഫിനിഷൻ ആണ് കണ്ടത്. മാക്രോ ഇൻവോക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ex1 എന്നുള്ള അതിൻ്റെ നെയിം എഴുതുക, അതിലേക്ക് വേണ്ടുന്ന പാരാമീറ്റേഴ്സിനെ എഴുതി കൊടുക്കുക. ഇങ്ങനെയാണ് മാക്രോ ഇൻവോക്കേഷൻ. ഇത് എന്ത് ലൈനാണ്? മാക്രോ ഇൻവോക്കേഷൻ ലൈനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എങ്ങനെയാണ് ഇൻവോക്ക് ചെയ്യുക? ഈ മാക്രോ നെയിം എഴുതുക, അതിലേക്ക് വേണ്ടുന്ന പാരാമീറ്റേഴ്സിനെയും എഴുതി കൊടുക്കുക. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്തു? എങ്ങനെ ഇൻവോക്ക് ചെയ്താൽ എന്താകുമെന്നാണ് ഞാൻ പറഞ്ഞത്? മാക്രോ എക്സ്പാൻഡ് ആകുമെന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പം ഞാൻ മെയിൻ പ്രോഗ്രാം ആണ് ഇപ്പോൾ കാണിക്കുന്നത്. മെയിൻ പ്രോഗ്രാമിൽ ഈ n1 എന്താണ്, n2 എന്താണ് എന്ന് മാത്രം n1 എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് റിസർവ് ചെയ്തിട്ടുണ്ട്, n2 എന്ന് പറയുന്നതും മെമ്മറിയിൽ ഒരു വേർഡ് റിസർവ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാം എൻഡ് ആകുന്നു. ഇത്രയേ ഉള്ളൂ എൻ്റെ മെയിൻ പ്രോഗ്രാം. എന്നാൽ ഞാൻ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമല്ലോ. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? സാമ്പിൾ സ്റ്റാർട്ട് 0 എന്ന് വരും. ഡോട്ട് ex1 n1 n2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവൊക്കേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് എഴുതുക? ex1 മുമ്പ് ഒരു ഡോട്ട് കൊടുക്കും. ഇതൊരു കമന്റ് ലൈൻ പോലെയാണ് കേട്ടോ. ex1 n1 n2. അതിന് താഴെയായിട്ട് എന്ത് സംഭവിക്കും? ഈ മാക്രോ ex1 എന്ന് പറയുന്ന മാക്രോയിൽ എന്താണ്? LDA ആൻഡ് എ, STA ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് പാരാമീറ്റർ. LDA ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്? n1. STA ഫസ്റ്റ് പാരാമീറ്റർ എന്താണ്? n2. അങ്ങനെ അങ്ങോട്ട് വരും. മനസ്സിലായോ? എക്സ്പാൻഡ് ചെയ്തത് മനസ്സിലായോ? മെയിൻ പ്രോഗ്രാം ഇത് നമ്മുടെ മെയിൻ പ്രോഗ്രാം ആയിരുന്നു. ഇത് നമ്മുടെ മാക്രോ ആയിരുന്നു. ഇതെല്ലാം 2 സ്ഥലത്തിരുന്നത്. പക്ഷേ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ എന്താ? ഇതെല്ലാം കൂടെ ഒരുമിച്ചാകുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം ഇപ്പം മൊത്തത്തിൽ 3 പ്രോഗ്രാം ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ഇപ്പം ഈ മാക്രോയെ ഇൻവോക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഡോട്ട് ex1 n1 n2 എന്ന് വരും. അതിനകത്തിൽ ആ LDA കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരാമീറ്റർ n1, STA കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരാമീറ്റർ n2 കഴിഞ്ഞു. അത്രയപ്പോൾ mn2 കഴിഞ്ഞല്ലോ. mn2 വന്നു. അപ്പോൾ എന്താണ്? മാക്രോ കഴിഞ്ഞു. ഇനി എന്താണ്? വീണ്ടും ബാക്കി പ്രോഗ്രാം. n1 എന്ന് പറഞ്ഞാൽ റിസർവ് വേർഡ് 1 ആണ്. n2 എന്ന് പറഞ്ഞാൽ റിസർവ് വേർഡ് 1 ആണ്. ഇങ്ങനെയാണ് മാക്രോ എങ്ങനെ എഴുതാമെന്ന് കണ്ടു. മാക്രോ എങ്ങനെ ഇൻവോക്ക് ചെയ്യാമെന്ന് കണ്ടു. മാക്രോ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതും കണ്ടു. ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളിലേക്ക് പോകാം. കുറച്ച് വലിയ പ്രോഗ്രാമാണ്. ആദ്യം ഒരു കൊച്ചു പ്രോഗ്രാം പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിച്ചാണ്. കോപ്പി സ്റ്റാർട്ട് 0 എൻ്റെ മെയിൻ പ്രോഗ്രാം തുടങ്ങിയേക്കുവാണ്. അതിനകത്ത് എന്തുണ്ട്? RD ബഫ് മാക്രോ ആൻഡ് ഇൻഡവ് ആൻഡ് ബഫ് അഡ്രസ് ആൻഡ് RECLTH എന്നൊക്കെ പറഞ്ഞ് എത്ര പാരാമീറ്റർ ഉണ്ട്? 3 പാരാമീറ്റർ ഉള്ള RD ബഫ് എന്ന പേരായ ഒരു മാക്രോ. ആ മാക്രോ ഇവിടെ എൻഡ് ആകുന്നുണ്ട്. കണ്ടല്ലോ? ഇവിടെ ഈ 50 എന്ന് പറയുന്ന ലൈനിലേക്ക് നോക്ക്. TD X ആൻഡ് ഇൻഡവ്. ആൻഡ് ഇൻഡവ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാരാമീറ്റർ. വീണ്ടും ഒന്നാമത്തെ പാരാമീറ്ററിനെ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ബഫ് അഡ്രസ് എന്ന് പറഞ്ഞ് STCH 75ാമത്തെ ലൈനിൽ രണ്ടാമത്തെ പാരാമീറ്ററിനെ ഉപയോഗിക്കുന്നുണ്ട്. 90ാമത്തെ ലൈനിൽ മൂന്നാമത്തെ പാരാമീറ്ററിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മാക്രോ. പാരാമീറ്ററിന്റെ ഒക്കെ ലൈൻ പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. എക്സ്പാൻഡ് ചെയ്ത് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു മാക്രോയെ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത രണ്ടാമത്തെ മാക്രോ ഉണ്ട്. രണ്ടാമത്തെ മാക്രോ എടുത്താൽ
WR-buf എന്ന് പറഞ്ഞ് ഈ mn കഴിഞ്ഞാൽ വീണ്ടും ഒരു മാക്രോ ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ മാക്രോ WR-buf മാക്രോ ഔട്ട്പുട്ട് ഡിവൈസ് ബഫ് അഡ്രസ് RECL ലെങ്ത് അതിനെയും എന്ത് ചെയ്തു ഇതുപോലെ ഒരു mn വെച്ച് ഇനി മെയിൻ പ്രോഗ്രാമിലേക്ക് ഞാൻ എന്ത് ചെയ്തു മെയിൻ പ്രോഗ്രാമിൽ ഞാൻ എന്ത് എഴുതിയേക്കുന്നത് നോക്കുക C ലൂപ്പ് RD-buf F1 ബഫർ ലെങ്ത് ഇതെന്താണ് RD-buf F1 ബഫർ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ ഫസ്റ്റ് മാക്രോയെ ഞാൻ എന്ത് ചെയ്തേക്കുക ഇൻവോക്ക് ചെയ്തേക്കുക അപ്പോൾ ഈ എക്സ്പാൻഡഡ് ഫോമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ഇതിന് താഴേക്ക് RD-buf എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ മാക്രോ ഇല്ലേ അത് എക്സ്പാൻഡ് ചെയ്ത് വരും ഒരു സെക്കൻഡ് നോക്കട്ടെ എക്സ്പാൻഡ് ചെയ്ത പ്രോഗ്രാം എൻ്റെ കയ്യിലുണ്ടോ നോക്കട്ടെ സോറി ആ എക്സ്പാൻഡ് ചെയ്ത പ്രോഗ്രാം ഇപ്പോഴെൻ്റെ കയ്യിൽ ഞാൻ എടുത്തു വെച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നേരത്തെ നമ്മൾ കണ്ടില്ലേ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതുപോലെ എന്താകും ഈ ഫസ്റ്റ് പാരാമീറ്ററിന്റെ സ്ഥാനത്ത് F1 ചെല്ലും അതെന്തായിരുന്നു ആൻഡ് ഇൻഡവ് രണ്ടാമത്തേത് പാരാമീറ്ററിന്റെ സ്ഥലത്തേക്ക് ബഫർ ചെല്ലുന്നു മൂന്നാമത്തേതിലേക്ക് RECL TH എന്ന് ചെല്ലുന്നു RD-buf F1 ആൻഡ് ഇൻഡവ് എന്ന് പറയുന്നിടത്തേക്ക് F1 ചെല്ലുന്നു ബഫ് ADR എന്ന് പറയുന്നിടത്തേക്ക് ബഫർ ചെല്ലുന്നു RECL TH എന്ന് പറയുന്നിടത്തേക്ക് ലെങ്ത് ചെല്ലുന്നു അതിനുശേഷം അതിന് താഴേക്കുള്ള ലൈനിലേക്ക് എന്ത് ചെയ്യും ഇത്രയും ലൈൻസ് എക്സ്പാൻഡ് ചെയ്ത് വരും എവിടെയൊക്കെയാണോ ആൻഡ് ഇൻഡവ് ഉള്ളത് അവിടെയെല്ലാം ഫസ്റ്റ് പാരാമീറ്ററിന്റെ സ്ഥാനത്ത് കിടക്കുന്ന F1 റീപ്ലേസ് ചെയ്യുന്നു ബഫ് ADR എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ബഫറിന് റീപ്ലേസ് ചെയ്യുന്നു RECL TH എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ലെങ്ത് എന്ന് റീപ്ലേസ് ചെയ്തായിരിക്കും എന്താകുന്ന മാക്രോ എക്സ്പാൻഡ് ചെയ്ത് വരുന്നത് മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാക്രോയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് പഠിക്കാനുള്ള ഇതിനിടയ്ക്ക് നമ്മൾ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ മാക്രോ ആൻഡ് സബ് റൂട്ടീൻ അത് പറഞ്ഞല്ലോ ഫംഗ്ഷൻസും മാക്രോയും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ മാക്രോ ആണെങ്കിൽ താഴേക്ക് എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് ഫംഗ്ഷൻസ് ആണെങ്കിൽ നേരെ അവിടെ പോയി എക്സിക്യൂട്ട് ചെയ്തിട്ട് കൺട്രോൾ തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളതെന്നും പറഞ്ഞു ഓക്കെ ഇത്രയേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അൽഗോരിതംസും ഡേറ്റ സ്ട്രക്ചറും ഒക്കെ എന്തൊക്കെയാണ് മാക്രോ പ്രോസസറിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്